അങ്ങനെ ഷെമീർ പുണ്ടച്ചിമോൻ എന്നെ മറ്റൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ പറഞ്ഞ ഞാൻ പോട്ടെന്ന് വെക്കൂ ഷെമീറെ, പക്ഷെ നീ വിജയണ്ണൻ എന്തോ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ അത് ഞാൻ വീഡിയോയിൽ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് പറയാം. അപ്പം എനിക്കിങ്ങോട്ട് ചൊറിഞ്ഞ് വരുന്ന നായിനെ എൻ്റെ തൻ്റെതാണ് നിനക്ക് തരാം. അപ്പോൾ ഇവൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് തന്നെ കണിയാവുന്ന ഈ ബാണത്തിൻ്റെ എന്നല്ല എന്താ ഇവന്റെ അച്ഛൻ മരിച്ച ഇങ്ങനെ കരിയാൻ വേണ്ടിട്ട്. എടാ നായ ചെറ്റത്തരം പറയുന്നോ? നീ എന്നെ വാണെന്ന് പറയാല്ലേ? നീ മുതുവാണാണ്, നീ മുതുവാണാണ്. പിന്നെ എൻ്റെ തന്തയ്ക്ക് നൈസിൽ നീ പറഞ്ഞല്ലോ, നിന്റെ തന്ത തൊപ്പിയാണല്ലോ കഴപ്പ നായ. ഇവന്റെ അച്ഛന്റെ ഫോട്ടോ പോലും ഇവ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഇവന്റെ വീട്ടിൽ ഇവന് അരി വാങ്ങിക്കൊടുക്കുന്നത് ഇവനെ പോറ്റുന്നല്ല ഇവന്റെ അച്ഛനായിരിക്കും. പക്ഷെ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ ഇവ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല. ഇവൻ്റെ ദളപതിൻ്റെ ഫോട്ടോ ആണ് അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വല്ലതും ദളപതിന് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ദളപതിക്ക് പോയിട്ട് വായിലിട്ട് കൊടുക്കലോ ദളപതിക്ക് പോയിട്ട് ഇങ്ങനെ കുഞ്ഞു കൊടുക്കുന്ന പരിപാടിയോ നമുക്കില്ല. കുറേ വിജയ് ഫാൻസ് ഉണ്ട് നല്ല രീതിയിൽ വിജയനെ ആരാധിക്കുന്നത്. ഇതേപോലെ കുഞ്ഞു കൊടുക്കുന്ന പരിപാടി ഇവന് മാത്രമേ ഞാൻ കേരളത്തിൽ കണ്ടു. എടാ ഷെമീറെ, കുറച്ച് തന്തയില്ലായ്മത്തരം ചെറ്റത്തരം പറയുന്നത് എനിക്ക് കൂടുന്നുണ്ട്. ഞാൻ ആരെ ഫോട്ടോ വെക്കണമെന്ന് അത് എൻ്റെ ഇഷ്ടമാണ്. ഇനിയിപ്പം മോഹൻലാലിൻ്റെ വെക്കും, ചിലപ്പം മമ്മൂക്കേൻ്റെ വെക്കും, ചിലപ്പോൾ രാജുവേട്ടൻ്റെ വെക്കും, ചിലപ്പം വേണ്ടി വന്ന നിന്റെ തന്തേനെയും വെക്കും. അതെൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിജയണ്ണനും പറയുന്നില്ല. നീ അങ്ങനെയാണെങ്കിൽ തൊപ്പിക്ക് കുനിഞ്ഞു കൊടുത്ത് ഊമ്പി കൊടുത്തിട്ടല്ലേ നീ ലൈവിലേക്ക് കയറി വന്നത്? അത് എനിക്കും പറയാലോ, നീ തൊപ്പീൻ്റെ വലിയ ഫാനാണല്ലോ. അങ്ങനെയല്ല നീ തൊപ്പിക്ക് കുനിഞ്ഞെടുത്ത് ഊമ്പി കൊടുത്തിട്ടേക്ക് നീ ലൈവിലേക്ക് വന്നത്. അതിവിടെ എല്ലാവർക്കും അറിയാം. നിന്റെ ഇതൊന്നും പറയണ്ട. നിന്റെ ജോലി എൻ്റെ ഇതിൽ പെടുത്തണ്ട കേട്ടോ. നീ എങ്ങനെ വന്നത് അത് നീ എല്ലാവർക്കും അറിയാം കേട്ടോ നായെ. ഈ പുണ്ടച്ചി മോനെന്തിനാ കാര്യം? ഇവന്റെ അച്ഛൻ മരിച്ച ഷെമീർ പുണ്ടച്ചി മോനെ ചെറ്റത്തരം പറയലടാ. നിനക്ക് തന്തയില്ല എന്ന് വിചാരിച്ചിട്ട് നിന്റെ തന്ത മരിച്ചപ്പോ നീ കരഞ്ഞിട്ട് കൂടി ഉണ്ടാവൂല. നീ എന്തിനാടാ തന്തയ്ക്ക് പറയുന്നത്? തന്തയില്ല എന്നത്തരം സ്വഭാവം കാണിക്കുന്ന നായെ. എടാ നിന്റെ വീഡിയോ ഒന്നും അയാൾ മരിച്ചാലും കാണൂല, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരിയുന്നടാ? എടാ ഷെമീറെ, എന്റെ വീഡിയോ പുള്ളി കാണൂലെന്ന് നിനക്കെന്താ ഉറപ്പ്? പുള്ളി തിരക്കുള്ള മനുഷ്യൻ. ഇപ്പം 2026 പുള്ളി തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അപ്പം പുള്ളി അതിന്റെ തിരക്കൊണ്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ പുള്ളീന്റെ ലാസ്റ്റ് പടത്തിൽ എന്നെ മകനായിട്ട് അഭിനയിപ്പിക്കുകയും ചെയ്യും. പുള്ളീന്റെ വീട്ടിൽ ഒരു ദിവസം എന്നെ നിർത്തിക്കുകയും ചെയ്യും. നീ ഇതാക്കല്ലേ, വിജയൻ അങ്ങനത്തെ മനുഷ്യനല്ല, നിന്നെപ്പോലെ അല്ല കേട്ടോ നായെ. നിങ്ങളാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങളെന്റെ പിന്നെ എന്ത് സിനിമ, നമുക്ക് എന്ത് ഫൈറ്റ് ഒന്ന് പോയാട്ട്. ഇവന്റെ അതാണ് ഞാൻ തെറി വിളിച്ചു. ഞാൻ തെറി വിളി ഒഴിവാക്കുന്നത് ഇവൻ കാരണം ഞാൻ തെറി വിളിച്ചു. എടാ പുണ്ടച്ചി മോനെ നായെ, പിന്നെ നിന്റെ ഈ അപരാധം കണ്ടാൽ നിന്നെ പൂവിട്ട് പൂജിക്കാം. നിന്റെ ഈ കഴപ്പത്തരം കണ്ടല്ല. അല്ല പിന്നെ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ നാണം മാനം ഉണ്ടോ? ഞാനൊരു ഫാനെന്ന നിലയ്ക്ക് പുള്ളീനെ പറയുന്നത് അത് ഇവനൊന്നും സഹിക്കുന്നില്ല. അതൊന്നും ഇവനൊന്നും പറ്റുന്നില്ല. ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആവുള്ള പേടിയുണ്ട്. എടാ അങ്ങനെ ഇതാക്കരുത്. സത്യം പറയാൻ നീയൊക്കെ കാരണം എനിക്ക് ഇങ്ങനെ ഏറ്റ് ഉണ്ടാക്കുന്നത്. നീയും ഷസാമോ ചന്ദ്രനൊക്കെ കാരണം എനിക്ക് ഇത്ര ഏറ്റ് ഉണ്ടാകുന്നത് നായ്ക്കളെ. പിന്നെ വേറെ അടുത്തുണ്ട് കുരയ്ക്കുന്നൊരു നായ, റാംബോ. ഗോ 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 റാംബോ അല്ല ഓമ്പോ. എന്താ പറയുക, എല്ലാവരും യൂണിവേഴ്സ് ഇവർക്ക് വേറെ ലോകത്തിലാണ്. നായ നീ എന്നെ പറഞ്ഞാൽ ഞാൻ പോടുന്ന. പക്ഷെ വിജയണ്ണനെ നീ മേലെ പറഞ്ഞ നിന്റെ ചള്ളക്കടിക്കും നായ.